നമ്മളിപ്പോൾ അത് തിരുവല്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എല്ലാ ദിവസവും എത്തുന്നത്. നമുക്ക് ഈ കാണുന്ന ഇത് ആലപ്പുഴ ജില്ലയിലെ കായലൊന്നുമല്ല, പകരം തിരുവല്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ എത്താൻ കാരണം DYFI ഇവിടെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ഈ 3 കിലോമീറ്ററോളം വരുന്ന ഈ പാതയോരങ്ങളിൽ DYFI മരം നട്ടുപിടിപ്പിക്കുകയാണ്. ഇന്ന് ഒരു പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിക്കുകയാണ്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന യുവജന കമ്മീഷൻ കൂടിയായിരിക്കുന്ന ഷാജറാണ് ഇതിന് ഉദ്ഘാടനം എത്തിയിരിക്കുന്നത്. ഒരു വലിയ മാതൃകാപരമായ പദ്ധതിക്ക് ഇന്ന് DYFI തുടക്കം കുറിക്കുകയാണ്. ഇവിടെ തിരുവല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ചേമ്പ്രയിൽ ഈ റോഡിൻ്റെ ഇരുവശവും വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് DYFI ഈ പരിസ്ഥിതി ദിനത്തിന് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് ആരംഭിച്ച് സെപ്റ്റംബർ മാസം 30 വരെ ഒരു തൈ നടാം എന്ന മുദ്രാവാക്യവുമായി 1 കോടി വൃക്ഷത്തൈകൾ നമ്മുടെ സംസ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തെ ഈ കേരളത്തിലെ ആകെ വരുന്ന മനുഷ്യരെല്ലാം വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പത്തനംതിട്ടക്കാരും തിരുവല്ലക്കാരൊക്കെയാണ് നിൽക്കുന്നത്. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? കണ്ണൂരിൽ നിന്ന് വരികയല്ലേ, അങ്ങേക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സ്ഥലത്തെപ്പറ്റി ഒരു കമൻറ്റ്? ഇത് ഗംഭീരമാണ്. മാത്രമല്ല കഴിഞ്ഞ 1-2 വർഷമായി ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്തൊരു പ്രദേശമാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ആഴ്ചയും ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ നിർബന്ധമായി വന്നിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നമുക്കിത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ തദ്ദേശ സ്ഥാപനവും മറ്റെല്ലാം മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ DYFI കൂടി ഭാഗമാകുന്നു എന്നുള്ളത് സന്തോഷം. അന്നേരം ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ പറയാൻ വേണ്ടി ഈ തിരുവല്ലയിലെ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളും ഫ്രാൻസിസ് സഖാവ് കൂടെ ചേരുന്നുണ്ട്. ഫ്രാൻസേട്ടാ, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങും കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിരുന്നു പഴയത്. കുട്ടനാട് തന്നെ ലോവർ കുട്ടനാടും കുട്ടനാടും അപ്പർ കുട്ടനാടുമാണ്. ആലപ്പുഴ ജില്ലയുടെ അപ്പർ കുട്ടനാടൻ പ്രദേശമാണ് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധിപ്പിച്ചത്. ഈ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 2000 ഏക്കറിനടുത്ത് നെൽകൃഷി ചെയ്യുന്ന പാടശേഖരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2006 സഹ VS ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാവരും പാടത്തേക്കെന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഗവൺമെൻറ് സഹായത്തോടെയാണ് ഈ കൃഷി സജീവമായി, അതായത് പാഴ്നിലങ്ങളെല്ലാം ശുദ്ധീകരിച്ചും പഴയ നഷ്ടത്തിലായ കർഷകർ തിരിച്ച് കാർഷിക മേഖലയിലേക്ക് വന്ന ആവേശകരമായ ഒരു അനുഭവം ഈ പ്രദേശത്തുണ്ടായത്. പാടശേഖരങ്ങളിൽ നല്ലവണ്ണം കൃഷിയും കാര്യങ്ങളും ആയപ്പോഴാണ് ഈ പ്രദേശത്ത് ഗവൺമെൻറ് സഹായത്തോടുകൂടി തന്നെ രൂപീകരിക്കപ്പെട്ട ഈ റോഡ് നല്ല സഞ്ചാരയോഗ്യമാകുകയും ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയും ചെയ്തു. അനേകർ ഇവിടേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനത്തിൻ്റെ ഒരു ആകർഷണമാണ് ഇവിടെ ഉള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടി സ്വാധീനമുള്ള ഒരു മേഖലയിൽ ഈ ഒരു പ്രവർത്തനം DYFI ഏറ്റെടുത്തത് അഭിനന്ദനാർഹവും മാതൃകാപരവുമാണ്. അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇപ്പം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ VS സർക്കാർ ഇടപെടലിനെ പറ്റി ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു. ഇനി അറിയാനുള്ളത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടെയാണ്. നിങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് എന്താണ് ഇവിടെ പദ്ധതി ഉണ്ടായിട്ടുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം അടിച്ചിട്ടുള്ളത്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ത്രിതല പഞ്ചായത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കുന്നതിനകത്ത് ഞങ്ങൾ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കോട്ടയത്തൊക്കെ പറയുന്ന പോലെ 4 മണിക്കാറ്റ് എന്ന് പറയുന്നതിനപ്പുറത്ത് പകല് ഫുൾ ടൈം നല്ല കാറ്റും പ്രകൃതിയോട് ഇഴകി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ആകെയുള്ളൊരു പ്രശ്നം, ഇപ്പോൾ കുറേ ബെഞ്ചുകളൊക്കെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് ഇവിടെ വരുന്ന ജനങ്ങളെ ആകെ അവർക്ക് ഇരിക്കാനും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, പ്രകൃതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ കോട്ടയം ജില്ലയുമായി ബന്ധിപ്പിക്കാവുന്ന വഴിയാണ്. കോട്ടയം ജില്ലയുടെ വഴി പായിപ്പാട് പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ പാത പൂർണ്ണമായി എടുത്താൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാം. DYFI ഇപ്പോൾ നടത്താൻ പോകുന്ന ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയാണ് ഇത്. ഈ തണൽ മരങ്ങൾ വെച്ച് ഇവിടെ DYFIയുടെ നേതാവ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ കാർബണിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയോടൊന്ന് നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകും. ത്രിതല പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ട് നല്ല പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ബോട്ടിംഗ് അടക്കം, ഇപ്പോൾ ഇതൊരു വലിയ തോടാണ്, ഈ തോട്ടിൽ ബോട്ടിംഗ് അടക്കമുള്ള പദ്ധതികളാണ് പഞ്ചായത്തുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു മാറ്റം ഈ പ്രദേശത്തുണ്ടാകും. കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ കുടുംബശ്രീയൊക്കെ വന്ന് അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന സ്ഥിതിയുണ്ട്. അതെല്ലാമാണ് പദ്ധതികളായി ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തണൽ മരങ്ങളൂടെ ആകുമ്പോൾ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് എനിക്ക് പൊതുവെ പറയാൻ. DYFI അതിനകത്ത് ശ്രമിച്ച വലിയൊരു ശ്രമകരമായ പ്രവൃത്തിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. DYFIയുടെ പ്രവർത്തനത്തെ എല്ലാവരും അഭിനന്ദിക്കുന്നു. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റുമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ മനോഹരമാക്കാൻ പോവുകയാണെന്ന്. ഈ 3 കിലോമീറ്റർ പാതയോരങ്ങളിൽ നിങ്ങൾ മരം വെച്ച് പിടിപ്പിക്കുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. എന്താണ് പ്ലാൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ? ജൂൺ 5 നമ്മളെ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഈ മരങ്ങൾ വെച്ച് ഈ 2 സൈഡും മരങ്ങൾ വെച്ച് നല്ലൊരു
അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അന്നേരം സോനു, ഈ കാര്യത്തിൽ നിങ്ങൾ വെക്കുക മാത്രമേ അത് പരിപാലിക്കുമല്ലോ ഡിവൈഎഫ്ഐയുടെ? നമ്മുടെ തിരുവല്ലയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ യുവാക്കൾ വരുന്ന ഒരു സായാഹ്ന പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇനിഷ്യേറ്റീവ് എടുത്ത് വളരെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. എന്തായാലും ഇത്തരം മനോഹരമായ ഈ സ്ഥലത്തെ അതിമനോഹരമാക്കാൻ ഡിവൈഎഫ്ഐയുടെ വലിയൊരു പ്രയത്നമാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ വലിയൊരു പ്രവർത്തനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.